ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു 3 kg കേക്കിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 3 kg കുൽഫി കേക്ക്. അപ്പോൾ അത് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ എങ്ങനെയാണ് ബേസ് ഉണ്ടാക്കണത് കാണിക്കുന്നില്ല. കേക്ക് സ്പഞ്ച് നിങ്ങൾ സെയിം ആ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ മതി. ഇത് ഞാൻ ആ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ബേസായിട്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് എടുത്തിട്ടുള്ളത്. ഉള്ളിലെ ഫില്ലിങ്ങും വൈറ്റ് ഫോറസ്റ്റ് തന്നെയാണ്. നമുക്കിതിൽ ഡെക്കറേഷനും നോക്കാം. അപ്പോൾ നമുക്ക് വലിയൊരു കേക്കൊക്കെ എങ്ങനെ കട്ട് ചെയ്യാമെന്നൊക്കെ ഞാൻ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ 4 ഭാഗത്തും ആദ്യം ചെറുതായിട്ട് ലൈനാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉള്ളിലേക്ക് ആ ഒരു കട്ട് ചെയ്യുന്ന കത്തി നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുകളിൽ ഇതുപോലെ കൈ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇതാ നമ്മളെ കേക്ക് ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നടുവിലുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ വന്നിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് താഴത്തെ ലെയറാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ നോസിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിന് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. അതുകൊണ്ടാണ് ഈ ടൈമിൽ എനിക്ക് നോസിൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ കാണാതായി പോയി നോസിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്രീം ഡയറക്റ്റ് ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ചെറിയ അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റിന് പകരം വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആവും. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. അതുപോലെ ഷുഗർ സിറപ്പും പിന്നെ ക്രീം ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറിയ ഇട്ടിട്ട് നമുക്ക് അത് ലെയറും കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ 3 ലെയറും വെച്ചിട്ട് ഇപ്പോൾ കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ക്രം കോട്ട് ചെയ്തതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് കോട്ട് ഞാൻ മുകളിൽ മാത്രം കൊടുക്കണുള്ളൂ. കാരണം ഞാൻ സൈഡിലൊക്കെ ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രീം നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ബാസ്ക്കറ്റ് വരയ്ക്കണ നമ്മൾ ആ ഒരു നോസിലുണ്ടല്ലോ, ആ ഒരു പല്ലുള്ള ഷേപ്പ്, ആ ഒരു നോസിൽ വെച്ചിട്ടാണ് ഞാൻ ക്രീം അതിലിട്ടിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ ഞാൻ മുകൾ വശം മാത്രം നന്നായിട്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര വലിയ കേക്ക് ആകുമ്പോൾ നമുക്കിതാ ഫിനിഷ് ചെയ്യാൻ ഇത്തിരി പാടുണ്ടാവും. അപ്പോൾ ഞാൻ മുകൾ വശം മാത്രം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലീഫ് വരക്കണ നമ്മളെ വലിയ സൈസ് നോസിലുണ്ടല്ലോ, നമ്മൾ ലീഫ് വരക്കണ നോസിലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഇതുപോലെ സൈഡിൽ ഞാൻ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കളറ് മാജിക് കളേഴ്സിലെ ഗാർഡൻ ലീഫ് എന്നുള്ള ഒരു കളറാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഡ്രോപ്പ് മാജിക് ബ്ലാക്കും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഒരൊറ്റ ഡ്രോപ്പ് ചേർത്തിട്ടുള്ളൂ. ഒരുപാട് ഗ്രീനിലേക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്കും അതുപോലെ തന്നെ ഗ്രീനും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിത് താഴ്ന്ന് മുകളിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. ആ ഒരു ലീഫിൻ്റെ ഷേപ്പില്ലേ, അതിങ്ങനെ ലൈനായിട്ട് നീളത്തിൽ വരും. ഞാൻ ഇതേപോലെ ഞാനൊരു കേക്ക് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റെഡ് കേക്കാണ്, എനിക്ക് തോന്നുന്നു ഒരു 3 kg ഒരു കേക്ക് തന്നെ ആയിരുന്നു. അതും ഡെക്കറേഷൻ മാത്രമാണ് അതിൽ കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതുകൊണ്ടുണ്ടോ ഞാൻ സൈഡ് ഫിനിഷിങ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഈസിയാണ്, നമുക്ക് 4 സൈഡും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് 2 പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പാർട്ടിൽ ബർഗണ്ടി കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റു പാർട്ടിൽ ബർഗണ്ടി തന്നെ ലൈറ്റ് ഷെയ്ഡായിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബസൂക്ക പിങ്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ചെറിയ കുഞ്ഞു സ്റ്റാർ നോസിലും അതുപോലെ തന്നെ 100 N1 അതിന് പകരമായിട്ട് ഞാൻ 1M എന്നുള്ള 100-ൻ്റെ തന്നെ വിൽട്ടൻ്റെ ആണ് 1M എന്നുള്ള നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് റോസറ്റ വരക്കാനായിട്ട്. അപ്പോൾ ഒന്നിൽ ബർഗണ്ടി കളറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈറ്റ് കളർ കൊടുക്കുന്നത് ആ ഒരു ചെറിയ കുഞ്ഞു സ്റ്റാർ നോസിലുണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കട്ടെ ചെയ്യണത്. ഒരു വലിയ സ്റ്റാറും ഒരു വലിയ റോസറ്റ വരച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇടവിട്ടിട്ട്. അതിന് നടുവിലായിട്ട് നമ്മൾ ആ ഒരു ലൈറ്റ് കളറുകൊണ്ട് ചെറിയ ചെറിയ പൂക്കളാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അതുപോലെ ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് കസ്റ്റമർ കളർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കളറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് തന്നെ ആ ഒരു 4 സൈഡും ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് നടുവിൽ കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വിട്ടു കൊടുക്കുന്നത്.
അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ നമ്മളെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തും കേട്ടോ. ഇതുപോലത്തെ സെയിം ഡെക്കറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ക്യൂട്ടായിട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ എനിക്ക് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അറിയുന്നുണ്ടായിരിക്കും, ഹസ്ബീസ് വേൾഡ് തന്നെയാണ്. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കേക്കിൻ്റെ ഫോട്ടോസും റീൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതാട്ടോ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഭാഗത്ത് ഇങ്ങനെ കാണുന്ന ഭാഗത്തൊക്കെ ഞാൻ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഫോണ്ടൻറ്റിൽ പേര് എഴുതി കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഫോണ്ടൻറ്റ് ബട്ടർഫ്ലൈയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മളെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതിലേക്കും ബൈ ബൈ.